പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ അരങ്ങേറിയ നയതന്ത്ര ചർച്ചകൾ ലോകശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യതകൾ പുകയുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കുന്നതിലൂടെ പാകിസ്ഥാൻ ആഗോള രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറി. അതീവ രഹസ്യ സ്വഭാവമുള്ളതും എന്നാൽ ലോകം ഉറ്റുനോക്കുന്നതുമായ ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ആഗോള നയതന്ത്ര രംഗത്ത് വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ചർച്ചകൾക്കായി പാകിസ്ഥാനിൽ എത്തിയത്. എന്നാൽ ഈ സന്ദർശനത്തെക്കാൾ ഉപരിയായി വാർത്തകളിൽ നിറഞ്ഞത് ഇറാൻ സംഘത്തിന് പാകിസ്ഥാൻ നൽകിയ അസാധാരണമായ സുരക്ഷാ സന്നാഹങ്ങളാണ്. ഇസ്രായേലിൽ നിന്നുള്ള ഭീഷണികൾ നിലനിൽക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പാകിസ്ഥാൻ ഇത്തരമൊരു സുരക്ഷാ കവചം ഒരുക്കിയത്. ഇറാനിയൻ വിമാനത്തിന് പാകിസ്ഥാൻ വ്യോമസേന വ്യോമപാതയിൽ സുരക്ഷയൊരുക്കി എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ തന്നെ റിപ്പോർട്ട് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ പ്രകാരം പാകിസ്ഥാൻ വ്യോമസേനയുടെ ആധുനിക യുദ്ധവിമാനങ്ങൾ ഇറാനിയൻ പ്രതിനിധി സംഘത്തെ അനുഗമിച്ചിരുന്നു. ഇതിൽ J-10C, F-16 തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഉൾപ്പെട്ടിരുന്നതായാണ് സൂചന. കേവലം യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, അത്യാധുനിക റഡാർ സംവിധാനങ്ങളുള്ള അവാക്സ് വിമാനങ്ങളും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും ഈ സുരക്ഷാ വലയത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആകാശമാർഗത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ ആക്രമണമോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്നാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു വിദേശ പ്രതിനിധി സംഘത്തിന് മറ്റൊരു രാജ്യം ഇത്രയും വലിയ സൈനിക സുരക്ഷ നൽകുന്നത് നയതന്ത്ര ചരിത്രത്തിൽ വിരളമായ സംഭവമാണ്. ഇത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തിന്റെ ആഴം കൂടി വെളിവാക്കുന്നുണ്ട്. എങ്കിലും ഇത്തരത്തിൽ പ്രചരിക്കുന്ന എല്ലാ വീഡിയോകളും ചിത്രങ്ങളും പൂർണ്ണമായും വിശ്വാസയോഗ്യമല്ലെന്ന വാദവും ശക്തമാണ്. ഇന്റർനെറ്റിൽ വൈറലായ പല ദൃശ്യങ്ങളും പഴയ സൈനിക അഭ്യാസങ്ങളുടേതാണെന്ന് ചില വസ്തുതാ പരിശോധക ഗ്രൂപ്പുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഔദ്യോഗികമായി പാകിസ്ഥാൻ സർക്കാരോ വ്യോമസേനയോ ഇത്തരമൊരു ഏരിയൽ ഷീൽഡ് നൽകിയ കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ ചർച്ചകളുടെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളിലെ അതീവ ജാഗ്രത സ്വാഭാവികമാണ്. ഗസയിലെയും ലെബനിലെയും സംഘർഷങ്ങൾ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലാണ് ലോകം. ഈ സാഹചര്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു മധ്യസ്ഥ ചർച്ച പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇസ്ലാമാബാദിലെ ചർച്ചാവേദിക്ക് ചുറ്റും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ വഹിക്കുന്ന ഈ മധ്യസ്ഥ പങ്ക് തങ്ങളുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് അവർ കരുതുന്നു. അമേരിക്കയുമായും ഇറാനുമായും ഒരേ സമയം ബന്ധം പുലർത്തുന്ന ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ എന്നത് ഈ ചർച്ചകളുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇസ്രായേലിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ യാത്ര തടസ്സപ്പെടുത്താൻ ഇസ്രായേൽ ശ്രമിച്ചേക്കാം എന്ന സംശയമാണ് പാകിസ്ഥാൻ വ്യോമസേനയെ ജാഗരൂകരാക്കിയത്. ചർച്ചകളിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. അവാക്സ് വിമാനങ്ങളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും മൈലുകൾക്കപ്പുറം വെച്ചു തന്നെ തിരിച്ചറിയാനുള്ള സംവിധാനം പാകിസ്ഥാൻ ഒരുക്കിയിരുന്നു എന്നാണ്. വ്യോമപാതയിലുടനീളം ഇലക്ട്രോണിക് ജാമറുകൾ ഉപയോഗിച്ച് സുരക്ഷിതമായ ഒരു പാത നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം. ഇത് സൈനിക ശക്തിയുടെ പ്രകടനം എന്നതിലുപരി ഒരു നയതന്ത്ര സുരക്ഷാ കവചമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഈ വാർത്തകൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ വിജയമാണ്. തങ്ങളുടെ നേതാക്കൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന പ്രാധാന്യവും സുരക്ഷയും അവർക്ക് ആഭ്യന്തരമായി കരുത്തു പകരും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധം ഒഴിവാക്കുക എന്നത് നിലവിൽ അവരുടെ പ്രധാന ലക്ഷ്യമാണ്. അതിനായി ഇറാനുമായി ഒരു ധാരണയിലെത്താൻ അവർ ആഗ്രഹിക്കുന്നു. സമാധാന ചർച്ചകൾക്കായുള്ള ഈ വലിയ തയ്യാറെടുപ്പുകൾ ഫലം കാണുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ചർച്ചകളിൽ ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. ഇറാനിയൻ പ്രതിനിധി സംഘത്തിന്റെ ഈ യാത്രയും അതിനു ചുറ്റുമുള്ള നിഗൂഢതകളും വരും കാലങ്ങളിൽ രാഷ്ട്രീയ വിശകലനങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയമായി നിലനിൽക്കും. പാകിസ്ഥാൻ നൽകിയ ഈ സുരക്ഷാ അകമ്പടി സത്യമാണെങ്കിൽ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളും ഗൗരവത്തോടെ വീക്ഷിക്കും. മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിലും പാകിസ്ഥാന്റെ വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണത്തിലും ഇത് വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട്.
ഏതായാലും ഏപ്രിൽ 11 ഇസ്ലാമാബാദ് ചർച്ചകൾ ലോക ചരിത്രത്തിലെ ഒരു സുപ്രധാന നയതന്ത്ര അധ്യായമായി രേഖപ്പെടുത്തപ്പെടും എന്നതിൽ സംശയമില്ല.